ഹായ് ഫ്രണ്ട്സ്, പ്രണവാൻപൃത്തി ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പഴങ്കഞ്ഞിയാണ് കേട്ടോ. ഇന്ന് എല്ലാവർക്കും പഴങ്കഞ്ഞിയാണ്. വിളമ്പ്. അമ്പാടി വിളമ്പുന്നു. അമ്പാടിയാണ് കേട്ടോ വിളമ്പുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് വെച്ചേ പാത്രം. മതി. ഇന്ന് ഉണ്ണിക്കുട്ടനെ പഴങ്കഞ്ഞി കുടിക്കണം എന്നൊരു മോഹം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പഴങ്കഞ്ഞി ആക്കി കേട്ടോ. ഞാൻ പഴങ്കഞ്ഞിക്ക് ഓമയ്ക്ക മെഴുക്കുരട്ടി, മുളക് വറുത്തത്, അതുപോലെ തന്നെ ഉണക്ക മീൻ, പിന്നെ തൈരാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാന്താരി ഉണ്ട്. അമ്മ കാന്താരി ഇങ്ങോട്ട് എടുത്ത് വെച്ച് കാന്താരി ഉള്ളിയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് കഴിച്ചാലോ? ഓടി വാ, പഴങ്കഞ്ഞി കുടിക്കുക, ഓടി വാ. ഞാൻ ഇട്ടിട്ടില്ല, ഉപ്പ് എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഉപ്പ് ആവശ്യത്തിന് എല്ലാവരും എടുക്കണം. ഞാൻ കുറച്ച് ഇടുവാണേ. തൈര് തൈര് മതിയോ? ഓക്കെ. ഞാൻ ഒഴിക്കാനില്ല. ഇതില് ഉണ്ണീസിനേതാ ഇതിനകത്ത് ഇടാനോ? വലിയ മുളക് ഉണ്ണിക്കുട്ടുന്നു. മുളക് ഇവിടെ വെച്ചാൽ മതിയോ? ഓക്കെ. പിന്നെ ഉണക്കമീൻ വറുത്തുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നീങ്ങിയിരുന്ന കഴിക്കും. വാ. അയ്യോ എന്നാ ഉണ്ണീസിന് അമ്മ എടുത്തോ ഉള്ളി. ഇതൊക്കെ എല്ലാവരും ആവശ്യത്തിന് എടുക്കണം. അയ്യോ ഉള്ളി ഉടയ്ക്കാൻ പാടാ. ഉടയ്ക്കാനുള്ള എളുപ്പപ്പണിയാണ് കേട്ടോ. കടിച്ച് ഭയങ്കര കൈ കൊണ്ട് ഉടയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കടിച്ച് ഉടയ്ക്കുക. ഫാൻ ഇട്ടാലേ സൗണ്ട് പക്ഷെ കേൾക്കാതിരിക്കും. നിങ്ങൾ ഫാൻ ഇടുന്ന നല്ല ചൂടുണ്ട്. വേണ്ട. തൈര് വേണം. നല്ല സൂപ്പർ. കൈ നീറല്ലേ? ഞങ്ങൾ അങ്ങേപ്പുറത്തെ വീട്ടിൽ നിന്ന് കാന്താരി പറിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ കാന്താരി ഇപ്പം തീർന്നു. നമ്മുടെ ഇവിടുത്തെ കാന്താരി ഉണ്ടോ? എല്ലാവരും എഴുതുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. സൂപ്പർ. പഴങ്കഞ്ഞി കൂടിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഒരു വീഡിയോ ഉള്ളൂ. എങ്ങനെയുണ്ട് ഐഡിയ? ഓരോ ഉണ്ണിക്കുട്ടൻ വീഡിയോയ്ക്ക് വരത്തില്ല കേട്ടോ. അങ്ങനെ നാണം. ഇനി തൈരുള്ള അസുഖം തോന്നുന്നു പഴങ്കഞ്ഞിക്ക്. അത് ഉണ്ണിക്കുട്ടൻ ഇന്നലെ രാത്രിയിലേ പറഞ്ഞു കേട്ടോ, ഇന്ന് പഴങ്കഞ്ഞി മതി. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ പോയി തൈര് വാങ്ങിച്ചിട്ട് വന്നു. അപ്പം അങ്ങനെ രാവിലെ അവൻ പോയി തൈരൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. വെള്ളമോ എടുത്തുണ്ടോ? വെള്ളം കൂടി ഉപ്പിക്കകത്തെടുത്തുണ്ടോ? ആ വെള്ളം കുടിക്കടാ. ഞാൻ വെള്ളം കുടി. ഞാനിങ്ങനെ കഴിക്കട്ടെ. ഉപ്പുണ്ടോ? സൂപ്പർ. ഉണക്കമീൻ കിട്ടുന്നില്ലേ?
അമ്മയ്ക്ക് ബി പി ഉള്ളതുകൊണ്ട് ഉണക്കമീൻ കിട്ടുന്നില്ല കേട്ടോ. ബീപ്പുള്ള ഈ സാധനവും കൂട്ടത്തില്ല. നമുക്ക് ബി പി ഇല്ലാത്തതുകൊണ്ട് അത് കൂട്ടും. നല്ല വഴി. നമ്മുടെ അതിൻ്റെ കൂടെ കാന്താരിയും ഉണക്കമീനും അങ്ങനെ കുടിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. മോരനാണെങ്കിൽ പഴഞ്ഞ് കുടിക്കത്തില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ കുടിക്കാതിരിക്കും അല്ലേ. അമ്പാടിക്ക് വലിയ താല്പര്യം ഇല്ല. അമ്പാടി നൂഡിൽസ് ഉണ്ടാക്കി തിന്നോളാന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ വേറൊരു ദിവസം ഇച്ചിരി മാങ്ങ സമ്മന്തിയൊക്കെ അടിച്ച് സൂപ്പറായിട്ട് തലേന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്തത് തൈരും എല്ലാം കൂടെ അല്ലേ. ഇതെല്ലാം നല്ലതാണ്. കരമുണ്ട് അതിനകത്ത് ഉടച്ചിട്ടേക്കണം. മണികളത്തില്ല. ഇത് പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നത്. ചെറിയ തണുപ്പും കാണും. വെളി വെക്കാം, അകത്ത് വെക്കല്ലേ. അല്ല വെളി വെക്കല്ലേ, വെളി വെക്കണം. ഉണ്ണീസിന് ഇഷ്ടപ്പെട്ടോ അമ്പാടിക്കോ? എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട് കേട്ടോ. അമ്പാടി ഉണ്ണീസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെള്ളം കിടക്കും. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഉണ്ണീസിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം എനിക്ക് പഴമീന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണീസിന് പഴമീന് ഇഷ്ടം. ആയിരിക്കും അത് ഉണ്ണീസിന് പഴമീന് ഭയങ്കര ഇഷ്ടം. അമ്പാടിക്കോ? ചിലപ്പോൾ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ ഇഷ്ടമുള്ളത് മക്കൾക്ക് ഇഷ്ടപ്പെടും. പണ്ടെനിക്ക് പഴമീന് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ പഴമീന് ഇഷ്ടമാണ്. ഒരു ഉള്ളി ഉണ്ടല്ലോ, വെറുതെ നമ്മൾ കടിച്ചാൽ ഒരു എരിവും നീട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വെച്ച് കടിച്ചിട്ട് ഒരു എരിവും ഇല്ല. പോയി ആണ്. അമ്മ ഉള്ളി ഇടുന്നാടെ ഇച്ചിരി ഫാനിട്ടാലോ? ഇച്ചിരി ഫാനിട്ടാൽ സ്പീഡ് കുറച്ച്. ഭയങ്കര ചൂട്. ചൂടത്ത് പഴഞ്ഞല്ല, പഴഞ്ഞി പഴഞ്ഞ ഇവനെയും കൂടെ ഒരു കടി കഴിക്കാൻ വേണ്ടിയുണ്ട്. സൂപ്പറാണ്. പക്ഷേ കടിക്കാൻ വയ്യ. ബി പി കൂടി കിടന്നിട്ടൊന്ന് പിന്നെ ആശുപത്രി വെക്കളാവുന്നു ഒരു കടി കടിക്കാൻ. ഞാൻ കഴിക്കാതെ അമ്പാടിയുടെ ഉള്ളിയും കാന്താരിയൊക്കെ അമ്പാടി എടുത്ത് വെച്ചു. വായി പല്ലില്ല, അതുകൊണ്ടാണ് ചവയ്ക്കുന്നത്. വായി പല്ലില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വിഴമ്പുന്നത്. രാവിലെ ഞങ്ങൾ ഓമയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. പഴങ്കഞ്ഞി കുടിക്കാൻ വെച്ചാണ് കേട്ടോ. വേണോ? വേണ്ട, വേറെ അവിടെ ഇരിപ്പുണ്ട്, അടുക്കളയിരിക്കുന്നു. പിന്നെ രാവിലെ ഓമയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ ഉണക്കമീൻ വറുത്തു. പിന്നെ മറ്റേ തൈരുമുളക് വറുത്തു. പിന്നെ ഉണ്ണീസ് പോയി തൈര് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ വീട്ടിൽ എൻ്റെ ജോലി നടന്നു. അമ്മ തുണികളൊക്കെ കേട്ടോ. ഇത്രയൊക്കെ നടന്നുള്ളൂ. ഇപ്പം സമയം എത്രയെന്നറിയാമോ? 11:15. ലക്ഷ്മി അരി ഇട്ടു, ഇട്ടു. ഉച്ചക്കത്തെ കഴിക്കുക രാവിലെ. ഒരു പിടി പിടിക്കാൻ പോവുക. സൂപ്പർ. അമ്പാടി തന്നെ പിന്നെ ഇപ്പോൾ ഈ മുളകൊക്കെ എടുത്തു കേട്ടോ. അമ്പാടി തിന്നാനാണോടാ?
കാന്താരിയും തൈരും ഉണക്കമീനും കൂടി സൂപ്പറാണ്. കമത്തി ഞാനാ ഫസ്റ്റ് അടിച്ചത്. മുന്നേ അങ്ങോട്ട് നീക്കി വെച്ചു കഴിച്ചു. ഭയങ്കര ഇനിയുണ്ടോ കേട്ടോ. അതങ്ങോട്ട് കുടിക്കുമ്പോൾ കുട്ടിയാ നല്ലതാ. ഭയങ്കര കുടിക്കുമ്പോൾ ഒരു സുഖം. ആഹാ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സൈക്കിൾ കയറി തൊലി എല്ലാം പോയി കിടക്കുന്നുണ്ട്, മതിലാകുന്നേ. ഇനി നമുക്ക് വീണ്ടും സമ്മന്തി, മാങ്ങാ സമ്മന്തി, പൊതിച്ചോറ് കേട്ടോ. പൊതിച്ചോറ് കേട്ടാ വീണ്ടും. ഭയങ്കര എരിവായിരിക്കും. ഒറ്റ കടി കടിക്കട്ടെ. ചുമ്മാ ഇരുന്നു. ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആകാരി കഴിച്ച് ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇത്. സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് അപ്പയൊക്കെ വേവിച്ചൊരു പുതിയ കിട്ടണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.